പത്തനംതിട്ട തോട്ടപ്പുഴശ്ശേരിയിൽ CPM ജില്ലാ സെക്രട്ടറിയുടെ നിർദ്ദേശം ലംഘിച്ച് പാർട്ടിയുടെ പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരായ അവിശ്വാസത്തിൽ വിപ്പ് ലംഘിച്ച് CPM അംഗങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചു. പിന്നാലെ 4 പഞ്ചായത്ത് അംഗങ്ങളെ CPM 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. സഖാക്കൾക്ക് ഇപ്പോൾ വിപ്പൊന്നും വന്ന പ്രശ്നമല്ലേ ഇപ്പോൾ? സാധാരണ പണ്ടത്തെ കാലത്തൊക്കെ സഖാക്കൾക്ക് വിപ്പ് ഒരു പ്രശ്നം തന്നെയായിരുന്നു. പാർട്ടിയുടെ ഒരു കത്ത് കിട്ടിയാൽ പോലും വീട്ടിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന കാലമൊക്കെ മാറിപ്പോയി. SKN എന്തായാലും ഈ പഞ്ചായത്ത് പ്രസിഡന്റ് CPM വിമതനായി ജയിച്ച ആളാണ് ബിനോയ്. അയാളൊരു ഓട്ടോ തൊഴിലാളിയാണ്. പക്ഷേ ജയിച്ചു കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസ് BJP പിന്തുണയോടുകൂടിയാണ് ഇത്തരത്തിൽ ബിനോയ് അവിടെ ഭരണം നടത്തിയിരുന്നത്. എന്തായാലും കോൺഗ്രസ്സുകാരും ഇടഞ്ഞു. അതിനുശേഷം BJPയുടെ മാത്രം പിന്തുണ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കിട്ടിയ തക്കം നോക്കി CPMൻ്റെ 5 പഞ്ചായത്ത് അംഗങ്ങളാണ് CPMനുള്ളത്. അതിൽ 4 പഞ്ചായത്ത് അംഗങ്ങൾ ചേർന്ന് ഒരു അവിശ്വാസം അങ്ങ് കൊടുത്തു. പക്ഷേ ഈ അവിശ്വാസം കഴിഞ്ഞ സമയത്താണ്, അവിശ്വാസം നോട്ടീസ് കൊടുത്തതിന് ശേഷമാണ് ഈ പറയുന്ന പഞ്ചായത്ത് അംഗങ്ങളും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ അറിഞ്ഞത്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ ഏരിയ സെക്രട്ടറിയും ജില്ലാ നേതൃത്വവും ഒക്കെ ഇടപെട്ട് ഈ ബിനോയിയെ പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള നീക്കം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്ന്. പക്ഷേ അവിശ്വാസം കൊടുത്തുപോയി, ഇനി പിന്മാറാൻ കഴിയില്ല എന്ന തീരുമാനത്തിൽ പഞ്ചായത്ത് അംഗങ്ങളും ഉറച്ചു നിന്നു. അങ്ങനെയാണ് ഇന്ന് 7 പഞ്ചായത്ത് അംഗങ്ങൾ മൊത്തത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരു വോട്ടെടുപ്പിലേക്ക് കടന്നത്. അങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് പുറത്തു പോകുന്നൊരു സാഹചര്യം തോട്ടപ്പുഴശ്ശേരിയിൽ ഉണ്ടായി. അതിന് കഴിഞ്ഞ ദിവസം തന്നെ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു അദ്ദേഹത്തിൻ്റെ ഒപ്പോടുകൂടി ഒരു വിപ്പ് ഈ പറയുന്ന ആളുകൾക്ക് പഞ്ചായത്ത് അംഗങ്ങൾക്ക് നൽകിയിരുന്നു. എതിരെ വോട്ട് ചെയ്യണം, അതായത് ഈ അവിശ്വാസ പ്രമേയം തന്നെ കൊടുത്തത് CPMൻ്റെ പഞ്ചായത്ത് അംഗങ്ങളാണ്. അവരോട് പറയുകയാണ്, നിങ്ങൾ കൊടുത്ത അവിശ്വാസ പ്രമേയത്തിനെതിരെ തന്നെ നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന്. എന്തായാലും അതിന് തങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും പഞ്ചായത്ത് പ്രസിഡന്റ് പുറത്തായി. അതിൻ്റെ കൂട്ടത്തിൽ CPMൻ്റെ 4 പഞ്ചായത്ത് അംഗങ്ങളും, അതിൽ ലോക്കൽ കമ്മിറ്റി അംഗമുണ്ട്. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ് ലോക്കൽ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ. ഇതുകൂടാതെ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയായ പഞ്ചായത്ത് അംഗമുണ്ട്. അങ്ങനെ 4 പേർ ഇപ്പോൾ പാർട്ടിക്ക് പുറത്ത് എന്ന് പറയാൻ പറ്റില്ല. പാർട്ടിയിൽ 1 വർഷത്തേക്ക് സസ്പെൻഷനിലേക്ക് ആയിരിക്കുന്നു. പക്ഷേ തങ്ങൾ മറ്റൊരു പാർട്ടിയിലേക്ക് പോകില്ല. തങ്ങൾ CPM ആണ്, അവസാന ശ്വാസം വരെയും ചെങ്കൊടി പിടിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് CPMൻ്റെ അംഗങ്ങൾ. എന്തായാലും പാർട്ടി സഖാക്കൾ പെട്ടിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ.